പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ടമർദ്ദനത്തിന് ഇരയായി ഛത്തീസ്ഗഡ് സ്വദേശി കൊല്ലപ്പെട്ട സംഭവം. മരണമടഞ്ഞ രാമനാരായൺ ബഗാലിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാതെ മർദ്ദിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും നഷ്ടപരിഹാരമടക്കമുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിക്കു മുന്നിൽ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരും സ്ഥലത്തെത്തി. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ സ്ഥലത്തെത്തി പിന്തുണ അറിയിച്ചു. DCC സെക്രട്ടറി NR സതീശൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ്, SAA ആസാദ്, സുരേഷ് അവണൂർ, PV ബിജു, ഫിലിപ്പ് ജേക്കബ്, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ, PS രാധാകൃഷ്ണൻ, ജോയ്സൺ, AG നാരായണൻ, A ബാബുരാജ്, AM ജെയ്സൺ, അനിൽകുമാർ VV എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. ബുധനാഴ്ച വൈകിട്ട് പുതുശ്ശേരി പഞ്ചായത്തിലെ അട്ടപ്പള്ളത്താണ് സംഭവം. റോഡിൽ കൂടി നടന്നു പോവുകയായിരുന്ന രാമനാരായൺ ഭയ്യയെ ഒരു കൂട്ടം ആളുകൾ തടഞ്ഞു നിർത്തുകയായിരുന്നെന്നാണ് വിവരം. തുടർന്നുണ്ടായ വാക്കുതർക്കത്തിനൊടുവിൽ ആൾക്കൂട്ടം ഇയാളെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ആക്രമണത്തെ തുടർന്ന് രക്തം വാർന്ന് റോഡിൽ കിടന്ന ഇയാളെ ആശുപത്രിയിലെത്തിച്ചത് 1.5 മണിക്കൂറിന് ശേഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുമ്പിൽ സമരപരിപാടികളും ഐക്യദാർഢ്യവുമായി എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബം പുലർത്താൻ വേണ്ടി ഛത്തീസ്ഗഡിൽ നിന്നും പാലക്കാട് എത്തിയ ആ യുവാവിനാണ് ദാരുണമായ ആൾക്കൂട്ട വിചാരണയും കൊലപാതകവും നടന്നത്. ദാരുണമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കുടുംബത്തെ സഹായിക്കാൻ, നഷ്ടപരിഹാരം നൽകാനും യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യാനും സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് മൃതശരീരം വെച്ച് സർക്കാർ ഈ കുടുംബത്തെ അപമാനിക്കരുത്, സമൂഹത്തെ അപമാനിക്കരുത് എന്നാണ് കോൺഗ്രസ് പാർട്ടിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മൃതശരീരം അദ്ദേഹത്തിൻ്റെ ഛത്തീസ്ഗഡിൽ എത്തിക്കാനും കുടുംബം പറയുന്ന രീതിയിൽ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്ത് ഇനി കേരളത്തിൽ ഇത്തരത്തിലുള്ള ആൾക്കൂട്ട വിചാരണയും ആൾക്കൂട്ട കൊലപാതകവും മർദ്ദനവും കേരള സമൂഹത്തിന്, പൊതുസമൂഹത്തിന് മുമ്പിലും മറ്റുള്ളവർക്ക് മുമ്പിലും മറ്റ് രാജ്യത്തിനും മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുമ്പിലും തലകുനിക്കാത്ത രീതിയിലുള്ള നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം.